ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ഏറ്റവും വലിയ വിമർശകർ അത് ബ്രസീലുകാർ തന്നെയാണ്. നെയ്മർക്ക് എപ്പോഴും ബ്രസീലിലെ ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയുടെ കാര്യത്തിലാണ് ആ വിമർശനങ്ങൾ ലഭിക്കാറുള്ളത്. നെയ്മറുടെ ആറ്റിറ്റ്യൂഡിനും പെരുമാറ്റത്തിനും വലിയ തോതിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. ഈ വിഷയത്തിൽ ബ്രസീലിയൻ താരമായ ഡൈവേഴ്സൺ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലുകാർ നെയ്മറോട് ചെയ്യുന്നത് ശരിയല്ല. നെയ്മർ നല്ല ഒരു താരമാണ്, നല്ല ഒരു വ്യക്തിയാണ്. ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അർജന്റീനക്കാർ മെസ്സിയോടും അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനോ റൊണാൾഡോയോടും പെരുമാറുന്ന പോലെ, അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ബ്രസീലുകാർ നെയ്മറെയും ട്രീറ്റ് ചെയ്യണമെന്ന് ഡൈവേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ക്യുയാബയിൽ ആയിരുന്ന സമയത്ത് ബ്രസീലിയൻ ദേശീയ ടീമിലുള്ള എല്ലാ താരങ്ങൾക്കും ഞാൻ എൻ്റെ ജേഴ്സി നൽകിയിട്ടുണ്ട്. പക്ഷേ പരസ്യമായിക്കൊണ്ട് എനിക്ക് നന്ദി പറഞ്ഞ ഒരേയൊരു താരം അത് നെയ്മർ ജൂനിയറാണ്. നിങ്ങൾക്ക് നെയ്മറെ വേണ്ടത്ര ആക്രമിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് നെയ്മർ ജൂനിയറാണ്. തീർച്ചയായും അദ്ദേഹം ബഹുമാനം അർഹിക്കുന്നുണ്ട്. പല ബ്രസീലുകാരും നെയ്മറെ അധിക്ഷേപിക്കുന്നു. പോർച്ചുഗൽ ക്രിസ്ത്യാനോയെയും അർജന്റീന മെസ്സിയെയും പിന്തുണക്കുന്നത് പോലെ ബ്രസീൽ നിർബന്ധമായും നെയ്മറെ പിന്തുണക്കണം. പരിക്കുകൾ ഉണ്ടായിട്ട് പോലും നമ്പർ 1 ആയിക്കൊണ്ട് തുടരാൻ നെയ്മർക്ക് സാധിക്കുന്നു. ബ്രസീലിൻ്റെ നമ്പർ 10 ഇപ്പോഴും നെയ്മറാണ്. നെയ്മറെ ശരിക്കും ബ്രസീൽ ഇപ്പോൾ മിസ് ചെയ്യുന്നു. ഇതാണ് ഡൈവേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ മെസ്സി എന്നിവർക്ക് അവരുടെ രാജ്യത്ത് ലഭിക്കുന്ന ആ ഒരു ബഹുമാനം അത് ബ്രസീലുകാർ നെയ്മർക്കും നൽകേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി നെയ്മർ അവസാനമായി കളിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലാണ് ബ്രസീൽ മടങ്ങിയെത്തുക. നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.